Imagine India on a boat. The boat is only as strong as the people in it. The power to win is not in any one person. The power is when all of us come together as one effort, one goal. To move forward as a nation is to dream together, to aspire together, to build together. Let's find our thalam as a nation together. ഇവിടെ കായലുകളും വയലുകളും മനുഷ്യരും സമരവളികളും എല്ലാം ഒരു താളത്തിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് വള്ളംകളിയിൽ. തുഴച്ചിക്കാരിലേക്ക് ഈ താളം എത്തിക്കാൻ 150 പേർ അടങ്ങുന്ന ഒരു ടീമിനെ കൂടാരത്തിൽ പാർപ്പിച്ചുകൊണ്ട് തീവ്രമായ പ്രത്യേക പരിശീലനമാണ് നമ്മൾ കൊടുക്കുന്നത്. താളം തെറ്റിയാൽ തുഴ തെറ്റും, തുഴ തെറ്റിയാൽ വള്ളത്തിന്റെ ഗതിയെ ബാധിക്കും. ഞങ്ങളുടെ താളക്കാരുടെ ആ ഋതം, യേശുവ മാതാവിന്റെ ആ ഋതം മുഴുവനും ചെവിയിൽ ആഹ്വാനിച്ചാണ് കുഞ്ഞിന്ന് വലിക്കുന്നത്. കൊച്ചു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ അറിയാം, ഇതിൻ്റെ താളങ്ങൾ തെറ്റിയ താളം പിഴച്ചാൽ വള്ളം കളി അവതാളത്തിലാവും. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ട്രംപറ്റ് ഒറ്റ പ്രാവശ്യം മുഴക്കും. ആ മുഴങ്ങുന്ന സ്വരം കേൾക്കുമ്പോഴാണ് ഈ 92 പേര് ഒരുപോലെ മുന്നോട്ട് കുനിഞ്ഞ് വന്നിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന തുഴയെടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാടും കൂടെ ഒഴുകുന്നു. ചന്തമുള്ള ചരുപ്പൻ വഞ്ചി At the boat races of Kerala, not one man is a professional athlete. In fact, they are like you and me, fishermen, farmers, postmen, shopkeepers, school teachers. To row as one, they need more than just speed or talent. They need to find the rhythm. India on a boat. ചുരുട്ടുവഞ്ചി